രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലെ നാരായണീയം ക്ലാസ്സുകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാരായണീയം 5ാമത്തെ ദശകമാണ്, 3ാമത്തെ ശ്ലോകമാണ്. ഇതിനു മുമ്പുള്ളത് വേണമെന്ന് ആഗ്രഹമുള്ളവർ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയം കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജീവിത കഥ, ജനനം മുതൽ മരണം വരെ നിരവധി റിസർച്ചുകൾ നടത്തി അവതരിപ്പിക്കുകയാണ്. രാധയുടെ പ്രണയം എന്ന പേരിൽ ചൊവ്വാഴ്ച 12 മണിക്ക്. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ് കിട്ടും. വെള്ളിയാഴ്ച ദിവസം മോക്ഷം വേണ്ടവർക്ക് വേണ്ടി ധർമ്മപദത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇതുകൂടാതെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്. നിങ്ങളത് പ്ലേലിസ്റ്റ് എടുത്താൽ മതി. ജ്യോതിഷം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓരോ മാസത്തെ ഫലങ്ങൾ, നക്ഷത്ര ഫലങ്ങൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുന്നതായിരിക്കും. ജ്യോതിഷപരമായ എന്ത് സംശയങ്ങൾക്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട്, 9645333999. എന്നെ ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അതുകൂടാതെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, അത് കേൾക്കണം. അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങൾ അത് കേൾക്കണം. പിന്നെ ജനറൽ എന്ന ഐറ്റത്തിൽ ഒരുപാട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റ് എടുത്ത് നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കി ജയ്. അപ്പോൾ ഇന്ന് നാരായണീയം 5ാമത്തെ ദശകം 3ാമത്തെ ശ്ലോകം രാധാ കവചത്തിലൂടെ നിങ്ങൾക്ക് പ്രിയങ്കരിയായി മാറിയ നമ്മുടെ കൃഷ്ണപ്രിയ അതിമനോഹരമായിട്ട് അത് ആലപിക്കുന്നത് കേട്ടുകൊള്ളൂ.
एवञ्च द्विपरार्थकालविगदा वीक्षांसि सृक्ष्णात्मिका बिभ्राणे त्वयि चुक्षुभे त्रिभुवनी भावाय माया स्वयम् मायातः खलु कालशक्तिरखिल दृष्टं स्वभावोऽपि च प्रादुर्भूय गुणान् विकास्य विदधुस्तस्या सहाय क्रिया. അപ്പോൾ നമ്മുടെ കൃഷ്ണപ്രിയ ഇത് അതിമനോഹരമായി പാടിത്തന്നത് കേട്ടല്ലോ. അപ്പം ശ്രദ്ധിച്ചേ, ഏവം ദ്വിപരാർത്ഥകാല വിഗതാ വീക്ഷാം സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം മായാത ഖലു കാലശക്തിരഖിലാ ദൃഷ്ടാം സ്വഭാവോ അപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിധാതുസ്തസ്യ സഹായ ക്രിയാം. എഴുതിക്കോ, അർത്ഥം എഴുതിക്കോ. ഏവം ഇപ്രകാരം, ഇപ്രകാരം ദ്വി രണ്ട്, ദ്വി രണ്ട്, പരാർത്ഥകാല പരാർത്ഥകാലം അതെന്തോന്ന് ഞാൻ പറഞ്ഞുതരാം. വിഗത വിഗത കഴിയുമ്പോൾ, നിങ്ങൾ പരാർത്ഥകാല എന്നുള്ളിടത്ത് പരാർത്ഥകാലം എന്ന് എഴുതിയാൽ മതി, അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. വിഗത കഴിയുമ്പോൾ, വീക്ഷാം ഈ നോട്ടത്തെ, ശരിക്കും വീക്ഷാം എന്നുള്ള വാക്ക് ഈക്ഷാം എന്നാണ്, ചേർത്തെഴുതുമ്പം വീക്ഷാം. നിങ്ങളത് എഴുതിക്കോ, വീക്ഷാം എന്ന് എഴുതിക്കോ, ബുക്കിൽ എങ്ങനെയാണ്. ഈ നോട്ടത്തെ സൃഷ്ടാത്മികാം, സൃഷ്ടാത്മികാം സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി, സൃഷ്ടിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി. രണ്ടാമത്തെ വരി ബിഭ്രാണേ വഹിക്കുന്നവനായി, വഹിക്കുന്നവനായി, ത്വയി അങ്ങയുടെ, ചുഷുബേ ക്ഷോഭിച്ചു, കോപിച്ചു എന്നർത്ഥം, ക്ഷോഭിച്ചു, ത്രിഭുവനി മൂന്ന് ലോകങ്ങളായി, ഭാവയ ഭവിക്കുന്നത്, മൂന്ന് ലോകങ്ങളായി ഭവിക്കുന്നത്, മായ മായാശക്തി, സ്വയം അർത്ഥം തനിയെ. അപ്പൊ രണ്ടാമത്തെ വരി തീർന്നു. ഇനി മൂന്നാമത്തെ വരിയുടെ അർത്ഥമാണ് മായാതകിലു, മായാതകിലു മായയിൽ നിന്ന് തന്നെ, കാലശക്തി കാലശക്തിയും, അഖില ദൃഷ്ടം അർത്ഥം എഴുതിക്കോ, അഖില ദൃഷ്ടം എല്ലാ മുജ്ജന്മ കർമ്മഫലങ്ങളും, എല്ലാ മുജ്ജന്മ കർമ്മഫലങ്ങളും, സ്വഭാവോ അഭി അർത്ഥം സ്വഭാവവും, സ്വഭാവോ അഭി സ്വഭാവവും. ഇനി നാലാമത്തെ വരി പ്രാദുർഭൂയ ഉണ്ടായിട്ട്, ഉണ്ടായിട്ട് അല്ലെങ്കിൽ ആവിർഭവിച്ചിട്ട്, ഗുണാൻ ഗുണങ്ങളെ, വികാസ്യ വികസിപ്പിച്ചിട്ട്, വികാസ്യ വികസിപ്പിച്ചിട്ട്, വിദധു വിദധു ചെയ്തു, തസ്യ ആ മായയ്ക്ക്, തസ്യ ആ മായയ്ക്ക്, സഹായക്രിയാം സഹായക്രിയാം സഹായത്തെ, സഹായത്തെ. ഇനി ഞാനിതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ഇവിടെ കവി പറയുന്നത് ഇതാണ്, ഇപ്രകാരം രണ്ട് പരാർത്ഥകാലം കഴിഞ്ഞപ്പോൾ ഭഗവാൻ, അപ്പോൾ പരാർത്ഥകാലം എന്തെന്ന് ഞാൻ അടുത്ത ഒന്നാം വരി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പഠിപ്പിച്ചു തരാം. ഇപ്രകാരം രണ്ട് പരാർത്ഥകാലം കഴിഞ്ഞപ്പോൾ, അതായത് ഏതാന്ന് മനസ്സിലായില്ലേ? ഇപ്രകാരം എന്ന് പറഞ്ഞാൽ ഏതാ? നേരത്തെ പറഞ്ഞില്ലേ, ആ മഹാപ്രളയം വന്നു, ആ മഹാപ്രളയത്തിൽ സകല ബ്രഹ്മാണ്ടങ്ങളും ഇല്ലാതായി, ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രം ഇങ്ങനെ അവശേഷിച്ചു. അങ്ങനെ രണ്ട് പരാർത്ഥകാലം ഭഗവാൻ അങ്ങനെ കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഭഗവാൻ മനസ്സിലായില്ലേ, മഹാപ്രളയം വന്നു, കൈലാസവും വിഷ്ണുവിൻ്റെ ലോകവും വൈകുണ്ഠവും ബ്രഹ്മാവിൻ്റെ ലോകവും, അതായത് സത്യലോകവും എല്ലാം തീർന്നു, ഭൂമിയും എല്ലാം തീർന്നു, ആകെ ഭഗവാൻ മാത്രം അവശേഷിക്കുന്നു.
ഭഗവാൻ അങ്ങനെ കിടക്കും ആലിലയിൽ, ആ പ്രളയത്തിൽ ജലത്തിൻ്റെ മുകളിൽ അങ്ങനെ കിടന്ന് 2 പരാർത്ഥക്കാലം കിടക്കും. അങ്ങനെ 2 പരാർത്ഥക്കാലം ഭഗവാൻ കിടന്ന് കഴിയുമ്പോൾ ഭഗവാന് വീണ്ടും സൃഷ്ടി നടത്താനുള്ള ആഗ്രഹം ഉണ്ടാകും. ആ ആഗ്രഹം ഉണ്ടാകുന്ന നിമിഷം ഭഗവാനിൽ നേരത്തെ ലയിച്ചു ചേർന്ന മായാശക്തി ഉണ്ടല്ലോ, ആ മായാശക്തി 3 ലോകങ്ങളായി മാറുന്നതിന് വേണ്ടി തന്നെത്താനെ അങ്ങ് ക്ഷോഭിക്കും. അതായത് നമ്മളെ കടൽ ക്ഷോഭിക്കുന്ന കണ്ടിട്ടില്ലേ? കടൽ ഇങ്ങനെ ശാന്തമായി കിടക്കും. ആ കടൽ തന്നെത്താൻ അങ്ങ് ക്ഷോഭിക്കുക എന്ന് പറഞ്ഞാൽ ഇളകി മറിയും. അപ്പോൾ ഭഗവാനിൽ ലയിച്ചു കിടക്കുന്ന മായ 3 ലോകത്തെ നമുക്ക് സൃഷ്ടിക്കുന്നതിന് വേണ്ടി, അറിയാമല്ലോ, ഭൂമി, സ്വർഗം, പാതാളം, അതിനു വേണ്ടി ആകെ അങ്ങ് ഇളകി മറിയും. അതോടുകൂടി ആ മായയിൽ നിന്ന് കർമ്മഫലങ്ങളും കാലവും സ്വഭാവവും സകലതും ഉണ്ടാകും. അവ ഗുണങ്ങളെ വികസിപ്പിച്ചെടുത്ത് സൃഷ്ടി നടത്താനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മഹാപ്രളയം വരും, ഭൂമി നശിക്കും, കൈലാസം നശിക്കും, മഹാവിഷ്ണുവിൻ്റെ വൈകുണ്ഠം നശിക്കും, സർവ്വതും നശിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ മാത്രം നശിക്കാതെ ആ പ്രളയത്തിൽ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ആലിലയിൽ അങ്ങനെ ഭഗവാൻ കിടക്കും. അങ്ങനെ 2 പരാർത്ഥകാലം ഭഗവാൻ അങ്ങനെ കിടക്കും. 2 പരാർത്ഥകാലം കഴിയുമ്പോൾ ഭഗവാന് സൃഷ്ടി നടത്താൻ ആഗ്രഹമുണ്ടാകും. ആഗ്രഹമുണ്ടാകുന്ന നിമിഷം മായ ഉണരും. ഭഗവാന്റെ ദേഹത്ത് ലയിച്ചു ചേർന്ന മായ ഉണരും. ഉണർന്നു കഴിഞ്ഞിട്ട് മായ ക്ഷോഭിക്കും, എന്ന് പറഞ്ഞാൽ ഇളകി മറിയും. അങ്ങനെ 3 ലോകങ്ങൾ സൃഷ്ടിക്കും. അതോടുകൂടി ഈ എന്തുണ്ടാകുന്നു? കാലം ഉണ്ടാകുന്നു. അതിൽ നിന്ന്, മായയിൽ നിന്ന് കാലം ഉണ്ടാകുന്നു, കർമ്മങ്ങൾ ഉണ്ടാകുന്നു, കർമ്മഫലങ്ങൾ ഉണ്ടാകുന്നു, സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു. ആ കർമ്മവും കർമ്മഫലവും ഒക്കെ ഗുണങ്ങളെ വികസിപ്പിച്ചെടുക്കുന്നു. അങ്ങനെ ഗുണങ്ങളെ വികസിപ്പിച്ചെടുത്തിട്ട് സൃഷ്ടി നടത്താൻ സഹായിക്കുന്നു. കാരണം സൃഷ്ടി നടത്തണമെങ്കിൽ കർമ്മം വേണം, കർമ്മഫലം വേണം, സ്വഭാവങ്ങൾ വേണം, ഗുണങ്ങൾ വേണം. ഇത് മുഴുവനും വികസിപ്പിച്ചെടുത്ത് സൃഷ്ടി നടത്താനായി ഭഗവാനെ സഹായിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് 1ാമത്തെ വരിയിലേക്ക് വരാം. എന്താണെന്ന് നോക്കേ. ഏവം ച ദ്വിപരാർത്ഥ കാല വിഗത വീക്ഷാം സൃഷ്ടാത്മിക. ഏവം ഇപ്രകാരം, ദ്വി 2 പരാർത്ഥകാലം, അതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം. വിഗത കഴിയുമ്പോൾ, വീക്ഷാം ഭഗവാൻ നോക്കും, സൃഷ്ടാത്മിക ആ നോട്ടത്തിൽ നിന്ന് പ്രപഞ്ച സൃഷ്ടി നടത്തും. അല്ലേ? നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ, ഒരു നോട്ടം കൊണ്ട് ഇരുത്തുന്ന കണ്ടിട്ടില്ലേ? ഒരൊറ്റ നോട്ടം കൊണ്ട് നമുക്ക് എഴുന്നേൽപ്പിക്കുകയും ചെയ്യാം. നമുക്കത് പറ്റുമെങ്കിൽ പിന്നെ ഭഗവാന്റെ കാര്യം പറയണോ? ഇവിടെ പറയുന്നത് 2 പരാർത്ഥകാലം കഴിയുമ്പോൾ സൃഷ്ടി നടത്താനുള്ള ആഗ്രഹത്തോടു കൂടി ഭഗവാൻ ശ്രീകൃഷ്ണൻ നോക്കുകയും സൃഷ്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് മഹാപ്രളയത്തിൽ സകലതും ഭഗവാനിൽ ലയിച്ചു കഴിയും. നമ്മുടെ ഗുണങ്ങളും കർമ്മങ്ങളും കർമ്മഫലങ്ങളും മായയും എല്ലാം ഭഗവാനിൽ ലയിക്കും. അങ്ങനെ ഭഗവാൻ 2 പരാർത്ഥകാലം പ്രളയ ജലത്തിൻ്റെ മുകളിൽ ആലിലയിൽ ആ തള്ളവരലുമൊക്കെ എങ്ങനെ ഊറി അങ്ങനെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ അങ്ങനെ കിടക്കും. അങ്ങനെ 2 പരാർത്ഥകാലം കഴിയുമ്പോൾ ഭഗവാനൊരാഗ്രഹം, വീണ്ടും ലീല നടത്തണം, വീണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നടത്തണം. അപ്പോൾ അദ്ദേഹം നോട്ടത്തെ സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തൻ്റെ ദൃഷ്ടി കൊണ്ട്, തൻ്റെ നോട്ടം കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ഇനി നമുക്കറിയേണ്ടത് എന്താണ് പരാർത്ഥകാലം? അത് വലിയ കഥയില്ല, അതൊരു കാല അളവാണ്. ജസ്റ്റ് കേട്ടാൽ മതി, അല്ലാതെ അതെടുത്ത് വെച്ച് കാണാതെ പഠിക്കുകയൊന്നും വേണ്ട. അതായത് മനുഷ്യരുടെ 1 വർഷം, ദേവന്മാർക്ക് 1 ദിവസം. അതായത് നമുക്ക് 1 വയസ്സാകുമ്പോൾ ദേവന്മാർക്ക് 1 ദിവസം മാത്രമേ ആകൂ. അങ്ങനെ നമുക്ക് 360 വയസ്സാകുമ്പം ദേവന്മാരെ സംബന്ധിച്ചിടത്തോളം 1 വയസ്സേ ആകത്തുള്ളൂ, 1 ദേവവർഷം. മനസ്സിലായില്ലേ? ഇപ്പം മനുഷ്യരുടെ 1 വർഷം
ദേവന്മാർക്ക് ഒരു ദിവസം. അങ്ങനെ 360 മനുഷ്യവർഷത്തെ ഒരു ദേവവർഷം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നമുക്ക് 360 വയസ്സാകുമ്പോൾ ദേവന്മാർക്ക് ഒരു വയസ്സാകത്തതേ ഉള്ളൂ. അതാണ് കൃതായുഗം. അങ്ങനെ 3600 ദേവവർഷം വരുമ്പോൾ അതിനെ ത്രേതായുഗം എന്ന് പറയും, ഒരു ത്രേതായുഗം. അതേ കണക്ക് തന്നെ 2400 ദേവവർഷം വരുമ്പോൾ ദ്വാപരയുഗം. 1200 ദേവവർഷം വരുമ്പോൾ കലിയുഗം. 12000 ദേവവർഷം വന്നു കഴിയുമ്പോൾ ഒരു ചതുര്യുഗം. ഈ ചതുര്യുഗമാണ് ഒരു ദേവയുഗം എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ ചതുര്യുഗം 2000 ചതുര്യുഗമാകുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. ഇങ്ങനെ 360 ദിവസം ചേർന്ന് വരുമ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു വർഷം. അത്തരത്തിലുള്ള 50 വർഷമാകുമ്പോൾ ഒരു പരാർത്ഥം. അപ്പോൾ വീണ്ടും 50 വർഷമാകുമ്പോൾ 2 പരാർത്ഥം. അങ്ങനെ ബ്രഹ്മാവിൻ്റെ ഏതാണ് 100 വയസ്സ് കഴിയും. അതായത് 2 പരാർത്ഥം. നമ്മുടെ അളവിൽ ആ വയസ്സിനെ എടുക്കരുത്. അങ്ങനെ ബ്രഹ്മാവിൻ്റെ 2 പരാർത്ഥം കഴിയുമ്പോൾ, അതായത് ബ്രഹ്മാവിൻ്റെ 50 വർഷം ഒരു പരാർത്ഥം, ബ്രഹ്മാവിൻ്റെ അടുത്ത 50 വർഷം അടുത്ത പരാർത്ഥം. അങ്ങനെ ബ്രഹ്മാവിന് 100 വയസ്സ് തികയുമ്പോൾ നമ്മൾ പറയും 2 പരാർത്ഥം കഴിഞ്ഞു എന്ന് പറയും. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ബ്രഹ്മാവിന് 50 വയസ്സാകുമ്പോൾ ഒരു പരാർത്ഥം, വീണ്ടും അടുത്ത 50 വയസ്സാകുമ്പോൾ അടുത്ത പരാർത്ഥം. അങ്ങനെ ബ്രഹ്മാവിന് 100 വയസ്സാകുമ്പോൾ നമ്മൾ പറയും 2 പരാർത്ഥമായി എന്ന് പറയും. ഈ 2 പരാർത്ഥം കഴിയുമ്പോൾ ഏതുണ്ടാകും? ഭഗവാൻ വീണ്ടും സൃഷ്ടി ആരംഭിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് 1ാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 2ാമത്തെ വരിയിലേക്ക് കിടക്കാം. നോക്കേ, ബിഭ്രാണേ ത്വയി ചുഷുബേ ത്രിഭുവനീ ഭാവായ മായാ സ്വയം. ബിഭ്രാണേ വഹിക്കുന്നു, ത്വയി അങ്ങയുടെ, ചുക്ഷുബോ ക്ഷോഭിച്ച, ത്രിഭുവനെ 3 ലോകങ്ങളായി, ഭാവായ ഭരിക്കുന്നതിന്, മായാശക്തി സ്വയം തനിയെ. അപ്പോൾ ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ഭഗവാനിൽ പ്രളയ സമയത്ത് ലയിച്ചു ചേർന്നിരിക്കുന്ന സകല മായയും, ഭഗവാനിൽ പ്രളയ സമയത്ത് ലയിച്ചു ചേർന്ന മായ ഭഗവാൻ സൃഷ്ടി നടത്താൻ ആഗ്രഹിക്കുന്ന നിമിഷം ഉണർന്നിട്ട് അത് ഇളകി മറിയും. ഏതുപോലെ? കടലിളകി മറിയുന്നത് പോലെ. അതിനെയാണ് ക്ഷോഭിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ മായ അവിടുന്ന് എഴുന്നേറ്റ്, അതായത് ഉറക്കത്തിൽ നിന്ന് ഒരാൾ ഉണരുന്നത് പോലെ മായ ഉണരുകയും അത് ക്ഷോഭിക്കുകയും അത് 3 ലോകങ്ങളായി മാറുകയും ചെയ്യും. അതായത് മായ ഉണർന്നു കഴിയുമ്പോൾ ഈ ഭഗവാനിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന പ്രകൃതി ശക്തി പ്രവർത്തിക്കാൻ ആരംഭിക്കും. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹ ആശംസകളോടെ മായയും പ്രകൃതി ശക്തിയും കൂടെ ചേർന്ന് 3 ലോകത്തെ സൃഷ്ടിക്കും. ഏതൊക്കെയാണ് ആ 3 ലോകം? 1 ഭൂലോകം, 2 സ്വർലോകം, അതിനെ നമ്മൾ ദേവലോകം എന്നും വിളിക്കും. 3 നരകലോകം, അതാണ് പാതാളം. അപ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യുന്നു? ഗാഠനിദ്രയിൽ നിന്ന് ഉണരുന്നു. 2 പരാർത്ഥങ്ങൾ കഴിയുമ്പോൾ ഭഗവാന് സൃഷ്ടി നടത്താൻ തോന്നുന്ന നിമിഷം ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് പോലെ മായ ഉണരുകയും, ഉണരുന്ന മായ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മൂരി നിവർത്തുന്നത് പോലെ ഉണരുന്ന മായ ഒന്ന് ഇളകി വശാകും. അതോടുകൂടി ഭഗവാനിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന പ്രകൃതി ശക്തിയും ഉണരും. ഈ പ്രകൃതി ശക്തിയും മായയും കൂടെ ചേർന്നിട്ട് 3 ലോകങ്ങളെ സൃഷ്ടിക്കും. അതാണ് ഭൂർലോകം, നമ്മൾ താമസിക്കുന്ന ഭൂമി. പിന്നെ സ്വർലോകം, അതാണ് ദേവലോകം. 3ാമത്തത് പാതാള ലോകം, അതായത് നരക ലോകം. ഇങ്ങനെ 3 ലോകങ്ങളെ സൃഷ്ടിക്കും. ഇതാണ് 2ാമത്തെ വരിയുടെ അർത്ഥം. ഇനി നമുക്ക് 3ാമത്തെ വരിയിലേക്ക് കിടക്കാം. മായാത ഖലു കാലശക്തി രഖില ദൃഷ്ടം സ്വഭാവോ അഭിച
മായതാ ഖലു, മായയിൽ നിന്ന് തന്നെ, കാലശക്തി, കാലം എന്നതുണ്ടാകുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ കാലം എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഓരോ വർഷങ്ങൾ, പിന്നെ മാസങ്ങൾ, ജാനുവരി, ഫെബ്രുവരി. അപ്പം നമ്മൾ പറയത്തില്ലേ കാലം കടന്നു പോകുന്നത് അറിയുന്നില്ല, നമ്മുടെ വയസ്സ് കൂടുന്നത് അറിയുന്നില്ല. അതാണ് വളരെ ലളിതമായി കാലമെന്ന് പറയുന്നത്. കാലശക്തി ഉണരും. പിന്നെ അഖിലാ ദൃഷ്ട, എല്ലാ മുജ്ജന്മ കർമ്മ ഫലങ്ങളും ഉണരും. സ്വഭാവവും ഉണ്ടാകും. അതായത് മൂന്നാമത്തെ വരിയിൽ പറയുന്നത് ഈ മായ ഉണർന്നു കഴിയും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഭഗവാൻ എന്ത് ചെയ്യുന്നു, പ്രളയം കഴിഞ്ഞ് 2 പരാർത്ഥ കാലമങ്ങനെ ഗാഠനിദ്ര, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വിശ്രമമാണ്. 2 പരാർത്ഥ കാലം കഴിയുമ്പോൾ ഭഗവാന് സൃഷ്ടി നടത്തണമെന്ന് തോന്നും. അപ്പോൾ ഉറക്കത്തിൽ നിന്നെന്ന വണ്ണം മായ എണീക്കും, മായയൊന്ന് ഞെളിപിരി കൊള്ളും. മായ ഞെളിപിരി കൊണ്ട് കഴിയുമ്പോഴേക്കും പ്രകൃതി ശക്തിയും ഉണരും. അവർ 2 പേരും കൂടെ ചേർന്നിട്ട് ഭൂലോകവും സ്വർഗലോകവും പാതാളവും അന്ന് നിർമ്മിക്കും. എന്നിട്ട് ഈ മായയിൽ നിന്ന് കാലം ഉണ്ടാകും. കാലമില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. അതേ കണക്ക് തന്നെ മനുഷ്യനെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ശക്തി ഉണ്ടാകും, അതായത് കർമ്മം. അപ്പം ആ കർമ്മത്തിന് ഫലം കൊടുത്തേ പറ്റൂ. അപ്പം കർമ്മഫലങ്ങളും ഉണ്ടാകും. നല്ലതുപോലെ മനസ്സിലായില്ലേ? ഏതാണ് കാലമുണ്ടാകും. എന്നിട്ട് സകല പ്രപഞ്ച ജീവികളെ കൊണ്ടും കർമ്മം ചെയ്യിക്കും. ആ കർമ്മത്തിനൊരു ഫലം കൊടുക്കണം. അപ്പം കർമ്മഫലമുണ്ടാകും. അങ്ങനെ മുജ്ജന്മ കർമ്മ ഫലങ്ങളുണ്ടാകുന്നു. ഇനിയും ഈ പ്രപഞ്ചം മുന്നോട്ട് പോകണമെങ്കിൽ ഓരോരുത്തർക്കും സ്വഭാവങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം പുതിയതായിട്ട് എവിടുന്നും പൊട്ടിമുളച്ചു വരുന്നതല്ല. മുമ്പ് പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നത് പ്രളയകാലത്ത് ഭഗവാനിൽ ചെന്ന് സൂക്ഷ്മമായി ലയിച്ചു ചേർന്നതാണ്. ഇത്രയേ ഉള്ളൂ. അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് പാലിനകത്ത് പഞ്ചസാര കലർത്തുന്നു, അതങ്ങ് ലയിച്ചു ചേരുന്നു. പിന്നെ നമ്മൾ ആ പാല് വറ്റിച്ച് ചൂടാക്കി ആ പഞ്ചസാര എടുക്കുന്നു. അത് നടക്കത്തില്ല. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാലം. കാലമില്ലെങ്കിൽ വലിയ കുഴപ്പമാണ്. ഈ കാലമാണ് പതുക്കെ പതുക്കെ ഒരു പിഞ്ചു കുഞ്ഞിനെ വൃദ്ധനാക്കുന്നതും വൃദ്ധനെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നതും ആ മരിച്ച ആളിനെ വീണ്ടും എവിടെയെങ്കിലും ജനിപ്പിച്ചൊരു കുഞ്ഞാക്കുന്നതുമെല്ലാം ആരാകുന്നു? കാലമാണ്. കാലമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളർച്ച ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കൾ ഉണ്ടാകുന്നു. അപ്പോൾ 3 ലോകങ്ങൾ വന്നു, കാലം വന്നു, പ്രപഞ്ചത്തിൽ ഓരോ വസ്തുക്കൾ ഉണ്ടാകുന്നു. ആ വസ്തുക്കൾക്കെല്ലാം ഗുണങ്ങളുണ്ടാകുന്നു. ആ ഗുണങ്ങൾക്ക് സ്വഭാവമുണ്ടാകുന്നു. അതായത് എന്താണ് ഗുണം? നമ്മൾ പറയത്തില്ലേ, നല്ല ഗുണമുള്ളവരെ നമ്മൾ നല്ല സ്വഭാവമുള്ളവരെന്ന് പറയത്തില്ലേ? മോശം ഗുണങ്ങളുള്ളവരെ നമ്മൾ മോശപ്പെട്ട സ്വഭാവമുള്ളവരെന്ന് പറയത്തില്ലേ? അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ ജീവിക്കും ഓരോ ഗുണങ്ങളുണ്ട്. ഇപ്പം സിംഹത്തിനാണെങ്കിൽ ക്രൗര്യമുണ്ട്, പാമ്പിനാണെങ്കിൽ വിഷമുണ്ട്, ഋഷിമാരാണെങ്കിൽ സ്വാത്വിക ഗുണമാണ്, രാജാക്കന്മാർക്കാണെങ്കിൽ രജോ ഗുണമാണ്. അങ്ങനെ ഗുണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് 2 പരാർത്ഥക്കാലം നിദ്രയിലായിരുന്ന ഭഗവാൻ ഉണരും. ഭഗവാൻ ഉണരുമ്പോൾ സൃഷ്ടി നടത്താൻ ആഗ്രഹം തോന്നും. അപ്പം മായ ഉണരും, മായ ഞെളിവിരിക്കൊള്ളും. അതിൽ നിന്ന് 3 ലോകങ്ങളുണ്ടാകും. ആ സമയത്ത് കാലമുണ്ടാകും. അങ്ങനെ കാലമുണ്ടായി കഴിയുമ്പോൾ ഗുണങ്ങളുണ്ടാകും, സ്വഭാവമുണ്ടാകും. ഈ ഗുണങ്ങൾ പല ജീവികളിലും പല അളവുകളിലും ആയിരിക്കും. അപ്പോൾ മാത്രമേ പ്രപഞ്ചം നിലനിൽക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് സിംഹത്തിന് ക്രൗര്യ ഗുണമാണ്. അതേ കണക്ക് തന്നെ അസുരന്മാർക്കെല്ലാം ഏതാണ്? തമോ ഗുണമാണ്. നമ്മളിവിടെ ഭീകരവാദികളൊക്കെ അതാണ്, അവർക്കൊക്കെ ഏതാണ്? തമോ ഗുണമാണ്. ഋഷിമാർക്കൊക്കെ ഏതാണ്? സ്വാത്വിക ഗുണങ്ങൾ ആണ്. ഇതാണ് മൂന്നാമത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ വരി, അവസാനത്തെ വരിയിലേക്ക് വരാം. പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദദുസ്തസ്യ സഹായ ക്രിയാം. പ്രാദുർഭൂയ ഉണ്ടായിട്ട്
ഗുണാൻ ഗുണങ്ങളെ വികാസ്യ വികസിച്ചിട്ട് വിദധു ചെയ്തു തസ്യ ആ മായയ്ക്ക് സഹായത്തെ ചെയ്തു. അതായത് മായയിൽ നിന്ന് കാലമുണ്ടായി, കാലത്തിൽ നിന്ന് കർമ്മമുണ്ടായി, അതിൽ നിന്ന് സ്വഭാവമുണ്ടായി. അങ്ങനെ അവർ പ്രപഞ്ചം നിലനിർത്താൻ ആവശ്യമായ ഗുണങ്ങളെ വികസിപ്പിച്ചു. അങ്ങനെ പ്രപഞ്ചം നിലനിർത്താൻ വേണ്ടി സത്വഗുണമുണ്ടായി, രജോ ഗുണമുണ്ടായി, തമോ ഗുണമുണ്ടായി. പ്രളയകാലത്ത് ഇവ തുല്യമായിരുന്നു. അങ്ങനെ തുല്യമായാൽ സൃഷ്ടി നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കാലവും കർമ്മവും സ്വഭാവവും ചേർന്ന് ഗുണങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ടായത്. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രളയകാലം വരുമ്പോൾ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരേ അളവിൽ വരും. സത്വഗുണം 50% രജോ ഗുണവും 50%, തമോ ഗുണവും 50%. അങ്ങനെ വന്നാൽ സൃഷ്ടി നടത്താൻ സാധ്യമല്ല. ഇവയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ വരണം. ഇത് മൂന്നും തുല്യമായിട്ടൊരു ജീവി ഈ പ്രപഞ്ചത്തിൽ ഇല്ല. ഇപ്പം നമ്മൾ ഋഷിമാരെടുത്താൽ അവർക്ക് സ്വാത്വിക ഗുണം എന്ന് പറയുന്നത് 99% കാണും. 1% മാത്രമേ ബാക്കി 2 ഗുണങ്ങൾ കാണൂ. ഭഗവാൻ മാത്രമേ 100% സ്വാത്വിക ഗുണം തികഞ്ഞതായിട്ടുള്ളൂ. സിംഹം എടുത്തു കഴിഞ്ഞാലോ അതിന് ഏറ്റവും കൂടുതൽ ഏതായിരിക്കും? തമോ ഗുണമായിരിക്കും. പക്ഷെ അതിന് സ്വാത്വിക ഗുണം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ സിംഹത്തിനും സ്നേഹമുള്ള മനുഷ്യരുണ്ട്. കുട്ടിക്കാലത്തെ സിംഹത്തെ എടുത്ത് വളർത്തിയ ആ വെളിരാജ്യങ്ങളിലെ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പുലികളും ചില മനുഷ്യരെടുത്ത് ഇണങ്ങി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുലിക്കും സ്വാത്വിക ഗുണമുണ്ട്, പക്ഷെ മുന്നിട്ട് നിൽക്കുന്നത് ക്രൗര്യ ഗുണമാണ്. പട്ടാളക്കാർക്ക്, യോദ്ധാക്കൾക്ക് അവർക്ക് മുന്നിട്ട് നിൽക്കുന്നത് രജോ ഗുണമാണ് എന്നും പറഞ്ഞ് അവർക്ക് സ്വാത്വിക ഗുണമില്ലെന്നല്ല. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒരുപോലെ നിൽക്കുന്ന ഒരു ജീവി ഇല്ല. അപ്പൊ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതിന് വേണ്ടി സത്വ രജോ തമോ ഗുണങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഏതുണ്ടാക്കുന്നു? കാലവും സ്വഭാവവും ചേർന്ന് ഉണ്ടാക്കുന്നു. അങ്ങനെ മായാശക്തി പ്രപഞ്ചമായി രൂപം കൊള്ളുന്നു. അതില്ലേ നമ്മൾ എപ്പോഴും പറയുന്നത് സർവ്വതും മായയാണ്, സർവ്വതും മായയാണെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ലാത്തതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇവിടെയൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് മായാശക്തിയാണ്. ആ മായാശക്തി 3 ലോകങ്ങളെ സൃഷ്ടിച്ചു. ആ 3 ലോകങ്ങളിൽ വസ്തുക്കളുണ്ടായി. ഈ വസ്തുക്കളാണ് പഞ്ചഭൂതങ്ങൾ, പ്രത്യപ്തേജോ വായുവാകാശങ്ങൾ. ഈ പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, ആ പഞ്ചഭൂതങ്ങളും ലോകങ്ങളും ശക്തിയുമൊക്കെ ചേർന്നിട്ട് ഏതുണ്ടാകുന്നു? ശരീരമുണ്ടാകുന്നു. അപ്പൊ ശ്രദ്ധിച്ചു കേട്ടോളണം. നമ്മുടെ മായ ഉണരുന്നു. മായ ഉണർന്നതിന് ശേഷം സത്വ രജോ തമോ ഗുണങ്ങൾ കൊണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. ആ പ്രപഞ്ചത്തിൽ പഞ്ചഭൂതങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ കാലവും പഞ്ചഭൂതങ്ങളും ശക്തിദേവതയും കൂടെ ചേർന്നിട്ട് ഈ ശരീരത്തെ സൃഷ്ടിക്കുന്നു. ആ ശരീരത്തിന് കാലം ജനനം നൽകുന്നു. കുറേ നാൾ ഭൂമിയിൽ നിലനിർത്തി പരിപാലിപ്പിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു. കുറച്ചു നാൾ കഴിഞ്ഞ് ഈ ശരീരത്തിന് നാശം ഉണ്ടാക്കുന്നു. അപ്പം ജനനത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ബ്രഹ്മാവും, സ്ഥിതിയെ നിയന്ത്രിക്കാൻ വേണ്ടി മഹാവിഷ്ണുവും, നാശത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ശിവനും ഉണ്ടാകുന്നു. അങ്ങനെ കുറേ നാളെടുത്താണ് ഈ പരിണാമ സിദ്ധാന്തം നടക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വ്യക്തമായി കാണും. എങ്കിലും വളരെ ചുരുക്കി ഞാനിങ്ങനെ പറഞ്ഞു തരാം. പ്രളയം കഴിഞ്ഞു, 2 പരാർത്ഥകാലം. ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രളയജലത്തിൻ്റെ മുകളിൽ അങ്ങനെ കിടക്കും. അതിനുശേഷം അദ്ദേഹം സൃഷ്ടി നടത്താൻ ആഗ്രഹിക്കും. അതോടുകൂടി മായ ഉണരും. മായ ഒന്ന് ഇളകി മറിയും. ഇളകി മറിയുന്നതോടുകൂടി പ്രപഞ്ചങ്ങളുണ്ടാകും. ഇനി കാലം അത്യാവശ്യമാണ്, കാലമുണ്ടാകും. പിന്നെ ഗുണങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഗുണങ്ങളുണ്ടാകും. അങ്ങനെ 3 ലോകങ്ങളെ സൃഷ്ടിക്കുന്നു. ഭൂലോകം, സ്വർലോകം, നരകലോകമായ പാതാളം. ഈ 3 ലോകങ്ങളെ സൃഷ്ടിക്കുന്നു. അങ്ങനെ കാലം എന്ത് ചെയ്യുന്നു? ഈ പഞ്ചഭൂതങ്ങളും കാലവും മായയും എല്ലാം ചേർന്ന്
ഈ ലോകമുണ്ടാക്കുന്നു, ലോകത്തിൽ പഞ്ചഭൂതം എന്ന വസ്തു ഉണ്ടാക്കുന്നു. ലോകവും അതായത് പ്രപഞ്ചവും പഞ്ചഭൂതവും ശക്തിയും കൂടെ ചേർന്നിട്ട്, ശക്തി ദേവത, പ്രപഞ്ചവും ശക്തിയും കൂടെ ചേർന്നിട്ട് ശരീരം ഉണ്ടാക്കുന്നു. കാലമാകട്ടെ ഈ ശരീരത്തിന് ജനനം ഉണ്ടാക്കുന്നു. ആ ജനനത്തിന് മുഴുവൻ നിയന്ത്രിക്കാൻ ബ്രഹ്മാവിനെ ജനിപ്പിക്കുന്നു. കാലമാകട്ടെ ജനിച്ച ശരീരത്തെ നിലനിർത്തുന്നതിന് വേണ്ടി, മരണം വരെ നിലനിർത്തുന്നതിന് വേണ്ടി മറ്റൊരു സത്വസ്തുത ഒരുക്കുന്നു. അങ്ങനെ നിലനിൽപ്പിന് വേണ്ടി മഹാവിഷ്ണുവിനെ സൃഷ്ടിക്കുന്നു. അതിനുശേഷം ഇതിനെ സംഹരിക്കാൻ സമയമാകും, അതിനുവേണ്ടി ശിവനെ സൃഷ്ടിക്കുന്നു. അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ മഹാവിഷ്ണുവിനെ അല്ലെങ്കിൽ കൃഷ്ണനെ ധ്യാനിക്കണമെന്ന് പറയുന്നത്. കാരണം ജനിച്ചു വീഴുന്നതോടുകൂടി ബ്രഹ്മാവിൻ്റെ ഉത്തരവാദിത്വം തീർന്നു. പിന്നെ ഈ ഭൂമിയിൽ നമ്മൾ മരണം വരെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. നമ്മുടെ ഭൂമിയിലെ നിലനിൽപ്പിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആൾ വിഷ്ണുവാണ്. അപ്പം നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകാൻ ആരാ വേണ്ടത്? വിഷ്ണുവാണ് വേണ്ടത്. പിന്നെ ഒടുവിലാണ് ശിവൻ വന്ന് അതിനെ എന്ത് ചെയ്യുന്നത്? സംഹരിക്കുന്നത്. ഇങ്ങനെ ഭഗവാൻ നമ്മളെ ജനിപ്പിക്കുന്നു, കുറെ കഴിഞ്ഞിട്ട് ജനിച്ച മനുഷ്യനെ മരിപ്പിക്കുന്നു. ഇത് ഭഗവാന്റെ ലീലയാണ്. ഈ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ ഒരു മാർഗമുണ്ട്. ശരിക്കും ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി നേടാം. മുക്തി നേടിയതിന് ശേഷം ഒരു പ്രളയവും എന്നെയും നിങ്ങളെയും ഒന്നും ചെയ്യില്ല. കാരണം നമ്മൾ നിത്യമായി ഭഗവാന്റെ ശരീരത്തിൽ ലയിച്ചു ചേരണം. ഭഗവാന്റെ ശരീരത്തിന്റെ മാധുര്യം നുകർന്നങ്ങനെ കിടക്കണം. ശ്രദ്ധിച്ചു കേട്ടോണം. നമ്മൾ ജനിക്കുന്നു, മരിക്കുന്നു, ജനിക്കുന്നു, മരിക്കുന്നു. സുഖമായിട്ട് ഭഗവാന്റെ ശരീരത്തിൽ കിടന്നതാണ് നമ്മൾ. ഭഗവാന്റെ ശരീരത്തിന്റെ മാധുര്യം നുകർന്ന് കിടന്നതാണ്. ഭഗവാൻ പറയുന്നു, നിനക്ക് വീണ്ടും തിരിച്ചെൻ്റെ ശരീരത്തിലേക്ക് വരാം. പക്ഷെ ഒരു കാര്യം, നീ ഈ ഭൂമിയിൽ ഞാനിങ്ങനെ സൃഷ്ടിച്ച മറ്റു കാര്യങ്ങളിൽ ആസക്തി പുലർത്താതെ എന്നെ തന്നെ ധ്യാനിച്ച് എന്നെ വേണമെന്ന് പറഞ്ഞാൽ നിനക്ക് എൻ്റെ അടുത്ത് വരാം. ഇതൊരു കളിയാണ്. നമ്മൾ സമയം പോകാൻ വേണ്ടി ഒളിച്ചു കളി കഴിക്കത്തില്ലേ? എല്ലാവരും പോയി ഒളിച്ചിരിക്കും, ഒരാൾ നോക്കി നോക്കി കണ്ടുപിടിക്കും, കണ്ടുപിടിക്കുന്ന ആൾ പിന്നെ നോക്കാൻ പോണം. അതുപോലെ ഭഗവാൻ തൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന മാധുര്യത്തെ ജീവികളായി സൃഷ്ടിക്കുന്നു. ജീവികൾ ഇവിടെ വന്ന് സുഖവും ദുഃഖവും എല്ലാം അനുഭവിക്കുന്നു. ഇതൊന്നും നിങ്ങൾ അനുഭവിക്കത്തില്ല. തിരിച്ച് എൻ്റെ ദേഹത്തേക്ക് തിരിച്ചു വന്ന് സുഖമായി കഴിയാം. ഒറ്റ കണ്ടീഷൻ, എന്നെ തന്നെ മനസ്സിൽ ധ്യാനിക്കണം. മറ്റൊന്നിനെയും വിചാരിക്കാൻ പാടില്ല. പക്ഷേ നിങ്ങളാകട്ടെ ഭർത്താവ്, ഭാര്യ, മക്കള്, നമ്മൾ മരിച്ചാൽ ഇവരാരും നമ്മളെ ഓർക്കത്തത് പോലും ഇല്ലാന്ന് നമുക്കറിയാം. എന്നിട്ടും ഇവരോട് ആസക്തി വരുന്നു. അതിനെയാണ് മായ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ വിളിക്കുന്നു, അത് ഈ ജന്മം മാത്രമാണ് അച്ഛനെന്നും കഴിഞ്ഞ ജന്മത്ത് അതെൻ്റെ അച്ഛനല്ലെന്നും അടുത്ത ജന്മത്ത് അച്ഛനാകാൻ പോകുന്നില്ലെന്നും ഇപ്പം എൻ്റെ മക്കളോ അല്ലെങ്കിൽ എനിക്ക് ഭാര്യയുണ്ടെങ്കിൽ അതോ എനിക്ക് അമ്മയുണ്ടെങ്കിൽ അമ്മയോ എനിക്ക് സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിയോ ഇവരൊന്നും എൻ്റെ കൂടെ മരിച്ചാൽ കൂടെ വരത്തില്ലെന്നും ഞാൻ മരിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇവരൊക്കെ എന്നെ മറന്നു പോകുമെന്നും ഇതെല്ലാം എനിക്ക് അറിയാമെങ്കിലും ഞാൻ ഇവരിൽ ഒട്ടി നിൽക്കുന്നു. ഇതാണ് മായാശക്തിയുടെ പ്രവർത്തനമെന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചോദിക്കും, അല്ല ഭഗവാന്റെ ശരീരത്തിൽ അങ്ങനെ ലയിച്ചു കിടക്കണമെന്ന് എന്താ ഇത്ര വലിയ താല്പര്യം? ഭഗവാന്റെ ശരീരത്തിൽ ലയിച്ചു കിടന്ന ആ മാധുര്യം നുകരാൻ എന്താ താല്പര്യം? അതിന് ഭൂമിയിലെ ജീവിതത്തെക്കാൾ രസമുണ്ടോ? ശ്രദ്ധിച്ചു കേട്ടോളണം. കടലിൽ കടൽ ജലം നല്ല ആസ്വദിച്ച് സന്തോഷിച്ചു ഓളങ്ങളായിട്ട് തിമിർത്തങ്ങനെ കഴിയുകയാണ്. നമ്മളത് കാണുന്ന ഒരു കാര്യവുമാണ്. നിങ്ങളൊരു കുടത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് പോകുന്നു, കടൽ വെള്ളം. അതോടുകൂടി കടലിൽ നിന്ന് ആ വെള്ളം വേർപെട്ട് കഴിഞ്ഞു. ഈ വെള്ളത്തെ നിങ്ങൾ ആരെങ്കിലും ബഹുമാനിക്കുമോ? ഈ വെള്ളം നിങ്ങൾ ഏതെങ്കിലും കറിക്കകത്ത് ഒഴിക്കുമോ? ഉപ്പ് കിട്ടാൻ ചോറ്റിനകത്ത് ഈ കടൽ വെള്ളം നിങ്ങൾ ഒഴിക്കുമോ? ഒന്ന് രുചിച്ച് നോക്കുമോ? അഥവാ രുചിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ രുചി പെടത്തില്ല. എന്തൊരുപ്പെന്ന് പറഞ്ഞ് തുപ്പിക്കളയും. കണ്ടില്ലേ? ഈ കടൽ ജലം അപമാനം സഹിക്കുകയാണ്. കടലിൽ അത് എന്ത് രസത്തിൽ കടന്നതാണ്.
കടലിൽ കിടന്നപ്പോൾ നിങ്ങൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു. നിങ്ങൾ ആ കടലിൻ്റെ അടുക്കൽ ചെന്ന് കാല് നനയ്ക്കാൻ നിൽക്കും, ആ വെള്ളം കൈകൊണ്ടിങ്ങനെ കോരിയെടുക്കും, കാരണം അത് കടലിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ കുടത്തിലെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന വെള്ളം കുറേ കഴിയുമ്പോൾ ആ കുടമെടുത്ത് അയ്യത്തോട്ടെറി, അത് അവിടെ അങ്ങ് വീഴും. ആ കടൽ വെള്ളം അപമാനിക്കപ്പെട്ടു. ആ കടൽ ജലത്തിന് സന്തോഷം വരണമെന്നുണ്ടെങ്കിൽ അവനെ കൊണ്ട് എന്ന് തിരിച്ച് കടൽ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ സന്തോഷമായി. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം. നിങ്ങൾ ഭഗവാന്റെ സ്നേഹവും നുകർന്ന് ഭഗവാന്റെ ശരീരത്തിൻ്റെ മാധുര്യവും അനുഭവിച്ച് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ വന്ന നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭഗവാന്റെ സ്നേഹം കിടപ്പുണ്ട്. അപ്പോഴാണ് ഈ ഭൂമിയിൽ നിന്ന് കുറേ പേരെ സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ അങ്ങനെ സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ പണ്ട് 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 പ്രളയകാലത്തിന് മുമ്പ് ഭഗവാനിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളിൽ ലയിച്ചു ചേർന്ന സ്നേഹം നമ്മുടെ ആത്മാവിന് അറിയാം. അതിൻ്റെ അടുത്ത് പോലും വരുന്നില്ല. അപ്പം നമുക്ക് ഒരു സ്നേഹവും തൃപ്തിപ്പെടത്തില്ല. അപ്പം നമ്മൾ ഒരാളെ സ്നേഹിക്കും, കുറേ കഴിഞ്ഞ് അടുത്ത ആളെ സ്നേഹിക്കും. നമ്മൾ ഭ്രാന്ത് പിടിച്ച കണക്ക് സ്നേഹത്തിന് ഇങ്ങനെ ഓടുകയാണ്. സ്നേഹം കിട്ടാത്തപ്പം മനസ്സ് മുഴുവനും എന്ത് ചെയ്യുന്നു? നമുക്ക് കലങ്ങി മറിയുന്നു. ഭയങ്കരമായ ദുഃഖം നമുക്കുണ്ടാകുന്നു. പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവർ പോലും കുറേ കഴിയുമ്പോൾ അങ്ങ് അസംതൃപ്തരാണ്. പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സ്നേഹം പിന്നെ കിട്ടുന്നില്ല. അപ്പം വേറൊരാളെ സ്നേഹിക്കാൻ പോകും. ആദ്യം കുറച്ച് നാളൊക്കെ കിട്ടിയെന്ന് തോന്നും, കുറേ കഴിയുമ്പോൾ നമുക്ക് അതും കിട്ടുന്നില്ല. കാരണം അതിലും വലിയ സ്നേഹം നമ്മൾ പണ്ട് 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 അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ എല്ലാവരും അവഗണിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്ക് വേണ്ടുന്ന ബഹുമാനമൊക്കെ ഭർത്താവ് തരുന്നുണ്ടോ? അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യ കൊടുക്കുന്നുണ്ടോ? ഒന്നിച്ച് ജീവിച്ചിട്ട് വേറെ പെണ്ണുങ്ങളോടെ പോയി കഴിയുന്നു. സ്ത്രീകളാകട്ടെ പുരുഷന്മാരോടെ നമുക്ക് അർഹതപ്പെട്ടതൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഈ ഭൂമിയിൽ സ്ഥിരം അപമാനിക്കപ്പെടുന്നു. ഇല്ല, കടൽ വെള്ളം പോലെ തിരിച്ച് ഭഗവാന്റെ ദേഹത്ത് ചെന്ന് കയറി കഴിയുമ്പോൾ ആ സ്നേഹം, യഥാർത്ഥ പ്രണയം മുഴുവൻ കിട്ടും. ആ കടലിലെ വെള്ളം മൺകുടത്തിലെടുത്തിട്ട് തിരിച്ച് കടലിൽ ഒഴിക്കുമ്പോൾ ആനന്ദിക്കുന്നത് പോലെ, അതുപോലെ ഭഗവാന്റെ ശരീരത്തിൻ്റെ മാധുര്യം എന്ന് പറഞ്ഞ നമുക്ക് ഇവിടുത്തെ സ്നേഹം പിടിക്കത്തില്ല. ഇപ്പം നമ്മൾ കേരളത്തിലെ ഫുഡ് തിന്ന് ശീലിച്ചവർക്ക് നോർത്ത് ഇന്ത്യയിൽ ചെന്നാൽ ആ ഫുഡ് നമുക്ക് പിടിക്കത്തില്ല. എത്രയും പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ മടങ്ങിപ്പോയി മീൻ കൂട്ടുന്നവരാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മീൻകറിയും ചോറും ഒക്കെ തിന്നണമെന്ന് തോന്നും. ബ്രാഹ്മണാണെങ്കിൽ തിരിച്ച് നാട്ടിൽ വന്ന സാമ്പാറും പുളിശ്ശേരിയും രസവും ഒക്കെ കൂട്ടി ഒന്ന് ഉണ്ണണമെന്ന് തോന്നും. അതുപോലെ അവിടുന്ന് ഇവിടെ വന്ന നമുക്ക് ഇവിടുത്തെ സ്നേഹം പിടിക്കത്തില്ല. തിരിച്ചു ഭഗവാന്റെ അടുക്കലേക്ക് പോകണം, ആ ശരീരത്തിൽ ലയിച്ചു ചേരണം. അതിന് ഭഗവാൻ പറയുന്നു, ഈ ഭൂമിയിലെ ബന്ധങ്ങളെല്ലാം മറന്ന്, സകലതും മറന്ന് നീ എന്നെ തന്നെ ധ്യാനിക്കൂ. ഞാൻ ധ്യാനിച്ചു തുടങ്ങി, ഞാൻ ധ്യാനിച്ചു തുടങ്ങി. നിങ്ങൾ വരുന്നുണ്ടോ? നിങ്ങൾ വരുന്നുണ്ടോ? ആ ശരീരത്തിൽ അനന്തമായി ലയിക്കാൻ വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ വാ, വരുന്നുണ്ടെങ്കിൽ വാ. ഇന്നു മുതൽ നമുക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട. നമുക്ക് കൃഷ്ണനെ കുറിച്ച് മാത്രം. കൃഷ്ണ കൃഷ്ണ. ആ ശരീരത്തിന്റെ മാധുര്യം നുകരാൻ രാധേ രാധേ ചാനലിലെ ആളുകൾ ഒന്നാകെ വരികയാണ്. ഞങ്ങൾ ജനന മരണങ്ങളിൽ നിന്നും മോചിപ്പിച്ച് ആ ശരീരത്തിലേക്ക് ചേർത്ത് പിടിക്കൂ. കടൽ വെള്ളം കടലിൽ ലയിക്കുന്നത് പോലെ ഞങ്ങൾ ഭഗവാനെ അവിടുത്തെ ശരീരത്തിൽ ലയിച്ച് അവിടുത്തെ മാധുര്യം നുകരട്ടെ. കൃഷ്ണ രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.